ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അലൻ സാംസൺ ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് കേട്ടാ ക്രാഫ്റ്റ്മാൻ 9 കേട്ടാ ക്രാഫ്റ്റ്മാൻ 9 ഫൈനൽ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമായിട്ടാണ് കേട്ടോ. അതിന് ഞാൻ പ്ലേ കൊടുക്കാം. ഞാൻ ഇത് കളിച്ച് നോക്കിയിട്ടില്ല, കളിക്കാൻ പോകണുള്ളൂ. ഞാനിതിൽ ഒരു വില്ലേജ് കണ്ടെത്താനുള്ള ഇതിലാണ് ഇതാക്കണം. പക്ഷേ ഇതിൽ ഞാൻ വില്ലേജൊന്നും കാണില്ല. ഞാൻ ക്രിയേറ്റ് ന്യൂന്ന് പിടിച്ചേക്ക്. പിന്നെ എനിക്കൊരു സീഡ് വേണം. അയ്യോ, ക്രിയേറ്റ് നിൽക്കാൻ വരട്ടെ. അയ്യോ ഭാഗ്യം. ഓക്കെ, നമ്മൾ മറ്റേ സീഡ് വേണം. സീഡ് അവിടെ മേളിലുണ്ട്. ഇവിടെ എന്താണ് അതെനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. അതും സീഡ് തന്നെയാണോ? എനിക്കറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് അവിടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, സീഡ്. അയ്യോ, ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? മറ്റേ ക്യാമറ ഇതിൽ എന്തൊട്ടടിക്കും. 17791. ഓക്കെ, പക്ഷേ 128 വന്നേക്കണം. ഇതല്ലേ സീഡ്. ഇതിൽ നമുക്ക് അതന്നെ അടിച്ചു കൊടുക്കാം. 177, പിന്നെ 19. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അവൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നാലും അതെന്തൊട്ടായിരിക്കും ഞാൻ നേരത്തെ ചെയ്തത്. ക്രിയേറ്റ് ചെയ്യൂ. ഓക്കെ, ഇതിൽ ഇതെന്തൊട്ടാ കൺട്രോൾ വല്ല ഓപ്ഷനാണോ നോക്കട്ടെ. അടിയിലത്തെ ഡീപിക്ഡ് ആൻഡ് ടോപ്പ് ടു, അങ്ങനെ ടാപ്പ് ടു, അങ്ങനെ തോന്നുന്നു. അയ്യോ, എനിക്ക് ആദ്യത്തെയാണ് എനിക്കിഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ആദ്യത്തെ എടുത്തു. അയ്യോ, ഇവിടെ എന്തൊട്ട് വന്നേക്കണ ഒന്നുമില്ല, കുഴപ്പമില്ല. ലോഡിങ്. ഓക്കെ, ലോഡാട്ടെ. ഓക്കെ, ലോഡ് ആകണ്ട്, കുഴപ്പമൊന്നുമില്ല. വേൾഡ് വാർ. ഓക്കെ, നമുക്ക് നേരെ പോയി നോക്കാം. അവിടെ എനിക്ക് തണ്ണിമത്തം കാണാൻ പറ്റുന്നുണ്ട്. വാട്ടർ മെലനല്ല, അത് പങ്കിങ്ങാ. അതിൽ നിന്നുള്ള പങ്കിങ് ഉണ്ടാവണം. ഇവിടെ അത് തീരെ സംഭവമുണ്ട്. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടാകുന്ന അറിഞ്ഞൂടാ. നേരെ വാട്ടർ മെലൻ്റെ അങ്ങോട്ട് പോവാ. വാട്ടർമെലൻ കുട്ടി വാട്ടർമെലൻ പറിക്കാം. അവിടെ നിന്ന് ഏതോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഏതാണ് ശബ്ദം എന്ന് എനിക്കറിഞ്ഞൂടാ. ഓ മൈ ഗോഡ്, കുഴപ്പമൊന്നുമില്ല. രമ്യ, സോംബിയല്ലേ? അയ്യോ, സോംബി ഓടിക്കോ. രമേ, ഇവിടെ ഇത്തിപ്പറ ടെൻറ്റാണ് കെട്ടി വെച്ചേക്കണം. രമേ, ഓടിക്കോ. അയ്യോ, പെട്ട്. ചാട്. അയ്യോ, ഭാഗ്യം, ഒരു സോംബി ചത്തല്ലേ. ഓക്കെ, ചത്ത്. എല്ലാ സോംബിയും ചത്തു. എല്ലാ സോംബിയൊന്നുമല്ല. ഓ, ഇതെന്താ കഴിക്കാത്തത്? കഴിക്കാറ്റുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ പൊന്നോ, തീ എടുക്കായിരുന്നില്ലേ?
വില്ലേജ് തപ്പി പോണതിൻ്റെ ഇടയ്ക്ക് വല്ല കത്തിക്കേണ്ട വല്ല ആവശ്യം വന്നാൽ പിന്നെ എനിക്കൊരു ടൂൾസൊക്കെ ഉണ്ടാക്കണം. അതിനായിട്ട് മറ്റേ മരമില്ലേ, ഒരു വുഡില്ലേ, എന്നിട്ട് ആദ്യം ഈ വുഡ് ഞാൻ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടെ. പൊട്ടിച്ചെടുത്തു. ഓക്കെ, പൊട്ടിച്ചെടുത്തു. ഈ മരത്തിലുള്ള എല്ലാ വുഡും ഞാൻ എടുക്കും എന്ന് പറയും. എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, അത് ഞാൻ എടുക്കാത്തതാണ്. ഇനി നമുക്ക് കുറച്ച് ഇതുണ്ടാക്കാം. ഓക്ക് പ്ലാങ്ക്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിള് ക്രാഫ്റ്റ് എടുത്തു. ക്രാഫ്റ്റിംഗ് ടേബിളിൽ ആദ്യം നമുക്ക് മറ്റേ ടൂൾസൊക്കെ ഉണ്ടാക്കണം. ഇതിനായിട്ട് നമ്മൾ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഉണ്ടാക്കണമെങ്കിൽ പണിയൊന്നുമില്ല. ഈ ഓക്ക് പ്ലാങ്ക് എടുക്കുക, എന്നിട്ട് 2 വെച്ചാൽ മതി. ഒരു മറ്റേ പിക്കാറ്റ്സ്, ആഡ്സ് ആയിരുന്നു എനിക്ക് വേണ്ടത്. ആഡ്സ് അതെടുത്ത് അവിടെ വെച്ചാൽ പോരെ. ടേമേ ആഡ്സിനായിട്ട് വേണ്ടത് ഇത് വെക്കുക. പിന്നെ ഇത് ഇവിടെ അല്ല, അവിടെ ആഡ്സ് ഉണ്ടാക്കി. പിന്നെ നമുക്ക് ഒരു പിക്കാറ്റ്സ്, പിന്നെ എന്തുണ്ടാക്കും, ഇതുണ്ടാക്കിയേക്കാം. ഓക്കെ, പിന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലേ. മൈൻക്രാഫ്റ്റിൽ പോയിട്ട് ഒന്നും ഉണ്ടാക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടിക്കുക. ഓക്കെ. അയ്യോ, ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് വഴുതി പോകണല്ല, ഞാൻ അറിയാണ്ട് വെക്കണതാണ്. ഇതിൻ്റെ മേളിൽ കയറി പോവാം. അപ്പം എൻ്റെ ലക്ഷ്യം വേറൊരു വില്ലേജാണ്. എനിക്ക് വില്ലേജ് തപ്പി പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ വില്ലേജ് പോണ. മറ്റേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എനിക്കറിയാം. നിൽക്ക് മറ്റേ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാം. പക്ഷേ ഇവിടെ നിന്നൊരു ബെഡ് എടുക്കാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് അവിടെ ഞാൻ ഓക്ക് പ്ലാങ്ക് പിടിച്ച് നെക്കി. ഈ ഫിഷ് കിട്ടി. ഫിഷ് നമുക്ക് ഇവിടെ ചുടാൻ പറ്റൂലേ? നമുക്ക് ചുട്ടിട്ടും പോയാലേ? ചുടുന്നില്ലേ? ചുട്ട്. ഓക്കെ. ല കുറേ നേരമായില്ല. അയ്യോ, ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് ആകുമെന്ന്. പക്ഷെ ഇത് പെട്ടെന്ന് ആകണില്ല. എന്താണ് ആകാത്തേ? ഓക്കെ, ഒരെണ്ണം കൂടെ വെച്ച് നോക്കിയാലേ. അത് എവിടെ ഒരെണ്ണം മീനെടുക്കുന്നുണ്ട്. അയ്യോ, 2 എണ്ണം മീനെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്ഥലം വിട്ടാലേ. കഴിക്കുക, ഓടിപ്പോവാ, സ്ഥലം വിടാം. പിന്നെ ഇവിടെ ചെയ്തില്ല. ഓക്കെ. അയ്യോ, എൻ്റെ പിക്കാറ്റ്സ്. അയ്യോ, എല്ലാം പോലെ. പിന്നെ ഈ ലൈറ്റാണ് സാധനം. പൊട്ടട്ടെടുക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി നേരെ പോവാം. ഒരു കുളം കാണുന്നവരെ പോകാം. അയ്യോ, അല്ല, ഇത് വെച്ച് ഇത് പൊട്ടിക്കാൻ പറ്റും. ഹുഡ് പിക്കാറ്റ്സ് വെച്ച് പറ്റുമല്ലേ? എനിക്ക് ആദ്യമായിട്ട് ഈ പരീക്ഷണം നോക്കണം. യൂട്യൂബിൽ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ പൊട്ടിക്കണുണ്ട്. അതുകൊണ്ട് പൊട്ടിക്കാൻ നോക്കിയാ. ഓക്കെ, പൊട്ടിക്കാറ്റുണ്ട്. ഇതും വെച്ച് മറ്റേ ആഡ്സ് ഉണ്ടാക്കാം, പിക്കാറ്റ്സ് ഉണ്ടാക്കാം. പിന്നെ മറ്റേ ഇതും ഉണ്ടാക്കാനുള്ള ഇതുണ്ടാകുന്ന അറിഞ്ഞൂടാ. ആദ്യം നമുക്ക് ആഡ്സ് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഒന്നും കൂടെ നമുക്ക് ആഡ്സ് ഉണ്ടാക്കിയാലോ? വേണോ? നമുക്ക് അവിടെ കൊണ്ടുപോയി നോക്കാം. ചിലപ്പോൾ അത് എന്തുട്ടാ, കോപ്പറല്ലേ?
ഞാൻ മറ്റേ മൈൻക്രാഫ്റ്റിൽ കളിച്ചിട്ടുണ്ട്. ഇത് കോപ്പറാ, പക്ഷേ പൊട്ടിക്കാൻ പറ്റൂല. അത് പൊട്ടിക്കാതില്ല, അയൺ പിക്കാക്സ് വേണം എന്നാലേ പൊട്ടുള്ളത്. ആ ഒരു കുളം കാണുന്നവരെ പോകണമെന്ന് പറഞ്ഞില്ലേ, കുളം കണ്ടു. അതല്ല എനിക്കെന്തോ മീറ്റ് പറയണ, എനിക്കറിഞ്ഞൂടാ. എൻ്റെ മുമ്പിൽ കാണുന്ന അവിടെ ആരും മുങ്ങുണ്ട്, നമുക്ക് അവരെ രക്ഷിക്കാം. ഓക്കേ. അതെന്നെ കണ്ടിട്ട് ഓടിപ്പോയി, എന്നെ കണ്ടിട്ട് ഓടിപ്പോയി. എന്നെന്തിനാ പേടിക്കണത് അല്ലേ? ഓക്കേ, ഇനിയും നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണം. ബോട്ട് ക്രാഫ്റ്റ് ചെയ്യാനാണ് ഇന്ന് നിന്നത്. ഓക്കേ, ഞാൻ ഒരു വില്ലേജ് കണ്ടുപിടിക്കണവരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മൈ ഗോഡ്, ഒരു ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചാൽ മതിയില്ലേ? ഓക്കെ, ഇങ്ങനെ. ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനി എന്തുട്ടുണ്ടാക്കണ്ടേ? ഓക്കെ, ഒരിത്, പിന്നെ എന്തുട്ടായിരുന്നു മറ്റേ സംഭവം. അയ്യോ, ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കണം. പിക്കാക്സ്. അയ്യോ, ഞാൻ എന്തിനാ ആക്സ് ഉണ്ടാക്കിയേ? എൻ്റെ അടുത്ത് സ്റ്റോണില്ല. ഞാൻ എന്തിനാ ആക്സ് ഉണ്ടാക്കിയേ? ദൈവമേ, ഞാൻ എന്തിനാ ആക്സ് ഉണ്ടാക്കിയേ? തത്ത്. ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ വന്ന വഴി ഒരു കരടി പോയിട്ടുണ്ടായിരുന്നു, കരടി മാമൻ. എനിക്ക് ഇതെന്തുട്ടാ ദൈവമെൻ്റെ മീറ്റ് എന്തിങ്ങനെ കുറയണ? അതെനിക്കറിഞ്ഞൂടാ, മീറ്റ് എന്താ ഇങ്ങനെ കുറയണേന്ന്. മീറ്റ് കുറയാൻ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് ഒരു എന്തുട്ടുണ്ടാക്കാം, ബോട്ട് ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് ബോട്ട് ഉണ്ടാക്കേണ്ട ഇത് അറിഞ്ഞൂടാ. ഇവിടെ ഒന്നുമല്ലേ, ബോട്ടൊന്നുമില്ലേ? ബോട്ട് ഉണ്ടാക്കാം. ഇതല്ല, ഇവിടെ ഉണ്ട് ബോട്ടുണ്ടാക്കി. പക്ഷേ ഇത് സ്പെഷ്യൽ ബോട്ടാണ്. എൻ്റെ ഒരു സംഭവം ഇതാക്കി കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഡേമ രാത്രിയാ കയറി. അതെ, സോംബി എൻ്റെ കൺമുമ്പിൽ കൂടെ പോയി. കുഴപ്പമൊന്നുമില്ല. അതെന്തുട്ടാ? അതിനെ കണ്ടിട്ട് പരന്നടക്കണ മീനെ പോലെ ഉണ്ടായിരുന്നു. പരന്നെടുക്കണ മീനാല് കൊള്ളാട്ട കണ്ട. ഇനി നമുക്ക് എൻ്റെ ഒരു ഊഹം വെച്ച് ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഈ വളവ് കഴിഞ്ഞിട്ട് കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഒരു വില്ലേജ് അല്ലെങ്കിൽ എന്തെങ്കിലും കാണാമെന്നാണ്. എനിക്ക് എന്തെങ്കിലും കണ്ടാൽ മതി. ഓക്കെ, എന്തെങ്കിലുമാണ് എനിക്ക്, എന്തെങ്കിലും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, വില്ലേജ് കാണുന്നവരെ. ഇന്ന് ചിലപ്പോൾ ഞാൻ വില്ലേജിനെ കാണും. എനിക്കൊരു വില്ലേജർ കാണാനൊരു സമാധാനം കിട്ടില്ല. വല്ലയിടത്തും റെസ്റ്റ് എടുക്കണമല്ലോ എനിക്ക്. ഇവിടെ അങ്ങോട്ട് റെസ്റ്റ് എടുത്താലോ? ഓക്കെ, ഇവിടെ അങ്ങോട്ട് റെസ്റ്റ് എടുക്കാം. ഇവിടെ എന്താണ്, വീടൊക്കെ സെറ്റപ്പാണല്ലോ. പക്ഷെ എനിക്ക് ഈ വീടല്ല ഇഷ്ടം, എനിക്ക് വില്ലേജാണ് ഇഷ്ടം. ഓക്കെ, ഇവിടെ തലക്കാലത്തേക്ക് ഒരു ബെഡ് അടിച്ച് കിടക്കാം. ബെഡ് അടിച്ച് കിടന്നിട്ടുണ്ട്. രാവിലെ ഇവിടെ നിന്ന് ഞാൻ കാലിയാട്ടെ. ഓക്കെ ആയി. ഇത് പറ്റി ഇതല്ലേ? അയ്യോ, സ്പൈഡർ.
സ്പൈഡറിനെ ഞാനൊന്ന് തീർക്കട്ടെ ഏട്ടാ. എനിക്ക് കുറച്ചാളായിട്ട് സ്പൈഡറിന് തീർക്കട്ടെ. എടാ നിനക്കില്ലേ എൻ്റെ കൊണ്ട് ചാകണോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചാകണോ? എൻ്റെ കൊണ്ട് ചത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും, വെള്ളത്തിൽ പോയി ചത്തു കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ചാടി ഇതാക്കി. പക്ഷേ ഈ ഡ്രോപ്പാണ സാധനങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. വെള്ളത്തിനടിയിൽ പോണ് മൊത്തം മഴയുള്ള കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഇതും വെച്ച് കാലിലേക്ക് പോവാം. കുറച്ച് കഴിയട്ടെ. ദൈവമേ എന്തെങ്കിലും കാണിച്ചു തന്നാൽ മതിയായിരുന്നു. നമുക്ക് ഇവിടെ ഒരു വീട് ഒപ്പിച്ചാലോ? എനിക്ക് തോന്നുന്നു മലയിലൊരു വീട് കെട്ടണ്ട. ബോട്ട് പൊട്ടിച്ചെടുക്കാൻ നോക്കുമ്പോൾ പൊട്ടി. ഓക്കെ ബോട്ട് അതിലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വീടിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ. ഇത് പൊട്ടിക്കാറ്റില്ല. ഡാറ്റ പിക്കാറ്റ്സ് അയ്യോ ആക്സ് വെച്ച് പറ്റുമോ? സ്റ്റോൺ ആഡ്സ് പറ്റണില്ല. ഇതും പറ്റുന്നില്ല. ഇവിടെ ഒരു പന്നിക്കുട്ടനുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഈ മലേൻ്റെ അവിടെ വല്ലയിടത്തുണ്ടാവും. എനിക്ക് വില്ലേജറിന് കിട്ടിയാൽ മതി. വില്ലേജറിന് കിട്ടണേ. ഈ ബട്ടർഫ്ലൈ മറ്റേതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ വന്നു കഴിഞ്ഞാൽ മറ്റേ മഴ പെയ്യുമെന്ന് അറിയില്ലേ? അയ്യോ നല്ല കളറുള്ള ബട്ടർഫ്ലൈ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്. റിയൽ മൈൻക്രാഫ്റ്റ് പോലെയാണെന്ന് തോന്നുന്നു. എൻ്റെ ഇവിടെ മഴ പെയ്ത് അപ്പോഴാണ് ഇവിടെ മഴ പെയ്തത്. ഇത് അവിടെ എന്താ കാണുന്ന? അത് ഒരു കിണർ പോലെ ഉണ്ട്. എനിക്ക് ഇത് പൊട്ടിച്ചായിട്ട് അങ്ങോട്ട് പോവാ. കിണർ പോലെ ഉണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഓ മൈ ഗോഡ്. അയ്യോ ഇത്ര വലിയ മണ്ടനായി പോലെ. എൻ്റെ അടുത്ത് ബോട്ട് ഉണ്ടായിരുന്നു. ബോട്ടിൽ കയറാണ്ട് ഇവിടെ അങ്ങോട്ട് കയറിപ്പോയി. ഈ ഞാനവിടെ കേട്ടിട്ടുണ്ട്. കിണറുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടാവും. കയറാൻ പറ്റണില്ലല്ലേ? പിന്നെ അതെന്തൊട്ട് അവിടെ ഏതൊരു സംഭവമുണ്ട്. എനിക്ക് എൻ്റെ സ്റ്റോൺ സ്റ്റാൻഡ്. അയ്യോ ഇത് കോമ്പിൾ സ്റ്റോണാണ് എടുത്തേക്കുന്നത് ഇപ്പം കയറാൻ വേണ്ടി. അതെന്തൊട്ട് പിങ്ക് ബട്ടർഫ്ലൈ. ഓക്കെ പിങ്ക് ബട്ടർഫ്ലൈ. ഓക്കെ ഈ തേമേ ഇതെന്തിട്ടാ? ഞാൻ തപ്പണേൻ്റെ ഇടക്ക് ഇത് കണ്ടോളൂ കേട്ടാ. ഇത് കണ്ട് മറ്റേ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇതെന്തിട്ടാണ് ഇയാൾ? ലെജൻഡ് വല്ലതുമാണോ? ലെജൻഡാണെന്ന് തോന്നുന്നു. സൺഫ്ലവർ അവിടെ സൂചി നിൽക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടുത്തൂടെ ഇതുവല്ല മറ്റേ ഇതുവല്ല ലീഡറല്ലോടാ കയ്യിൽ കുന്തമൊക്കെ പിടിച്ചിരിക്കണ്. ചിലപ്പോൾ നമ്മളായിരിക്കുമോ? നമ്മൾക്ക് ഇതേപോലത്തെ രൂപം തന്നെയാണ്. ഓക്കെ ഇവിടെ എല്ലായിടത്തും വില്ലേജാണ് എനിക്ക് തോന്നുന്നു. പിന്നെ പങ്കിങ്ങുള്ളിടത്ത് വില്ലേജ് ആണെന്നൊന്ന് ഉറപ്പാണ്. നിക്ക് അവിടെ ഒരു ഒട്സീഡിയനൊക്കെ കിടക്കുന്നുണ്ട്. ഒട്സീഡിയനും പിന്നെ ഒട്സീഡിയനല്ലേ? ഞാനിവിടെ വില്ലേജ് ഉണ്ടെന്ന് തപ്പിയിട്ടും വരാം കേട്ടോ. ഇപ്പോൾ കേസ് വില്ലേജ് ഞാൻ തപ്പി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഇത് പിന്നെ ഇതെന്തൊട്ടാന്ന് അറിഞ്ഞൂടെ എനിക്ക്. ഞാൻ ഇപ്പം കണ്ടുള്ളൂ. ഇത് വല്ല ഹീറോ ബ്രിൻ്റെ വല്ല ഹൗസാണോ? എനിക്കറിഞ്ഞൂടാ ഇത് ഹീറോ ബ്രിൻ്റെ ഹൗസാണെന്ന്. തേമേ അവിടെ ലാവയുണ്ട്.
നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാം. ഹീറോ ബ്രെയിന് ഹൈ എടുത്തിട്ട് പോവാം. ഹീറോ ബ്രെയിനെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ഇവിടെ മറ്റേ വെടിമരുന്നൊക്കെ ഉണ്ട്. ഇതെന്താ അണ്ടർഗ്രൗണ്ടാ? അണ്ടർഗ്രൗണ്ടൊന്നുമല്ല. ഹീറോ ബ്രെയിൻ അതൊന്നും പറ്റും. നേമേ അടച്ചു മുമ്പോ അല്ലെങ്കിൽ ഹീറോ ബ്രെയിൻ എന്നാ തപ്പി വരും. അതെന്തുട്ടാ അവിടെ ഇത് എന്തുട്ടാണ് കിണർ? ഇവിടെ വില്ലേജ് അല്ലേ? ഫൈനലി ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ച്. ഇതൊക്കെ ഞാൻ വില്ലേജർ ഉണ്ടാന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇത് വെറും വില്ലേജർ. അപ്പം ഇത് വില്ലേജ് തന്നെയാണ്. വില്ലേജർ ഉണ്ടെങ്കിൽ വില്ലേജ് തന്നെയല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ച് മറ്റേ സോംബി ആക്രമണം നടന്ന് ഇതായിക്കോന്നു. അപ്പം സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ.